ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുടി കെട്ടുന്നത്. ഞാൻ അധികം കോമ്പ് യൂസ് ചെയ്യാറില്ല. മാക്സിമം ഞാൻ കൈകൊണ്ട് തന്നെ വേവ് ചെയ്തിട്ടാണ് ഹെയർ ബാൻഡ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മെസ്സി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഈ സ്ട്രിപ്സ് പോലെ ഒന്ന് ഇങ്ങനെ പൊക്കി പൊക്കി കൊടുക്കും. അതൊരു സ്റ്റൈലുമാണ്, ഒരു മെസ്സി ലുക്ക് കിട്ടുകയും ചെയ്യും. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെയർ സ്റ്റൈൽ ആകും കേട്ടോ. എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അധികം കോമ്പ് യൂസ് ചെയ്യാറില്ല. ഷോള് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റുമാണ്. കാരണം പണ്ട് അമ്മയുടെ ഷോളൊക്കെ എടുത്തിട്ട് സാരി ഉടുക്കാൻ പഠിക്കുവായിരുന്നു. ഭയങ്കര കുഞ്ഞായിരുന്നപ്പോഴുള്ള കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഈ പുത്തൻ തുണിയിലും മണം അതിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കാനും ഒരു ഇഷ്ടമൊക്കെ എനിക്കുണ്ട്. എൻ്റെ അടുത്ത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് പൊട്ടിങ്ങനെ മുകളിൽ കൊണ്ട് വെക്കുന്നത്. കാരണം എൻ്റെ കുറച്ച് വലിയ നെറ്റിയാണ് കേട്ടോ. എനിക്ക് അതാണ് ഇഷ്ടം. ഇങ്ങനെ വെച്ചാൽ എനിക്ക് ചേർത്തതേ ഇല്ല. സോ എനിക്ക് മുകളിൽ തന്നെ പൊട്ട് വെക്കണം. എന്തിട്ടാലും ലിപ്സ്റ്റിക് ഇല്ലാതെ പുറത്ത് പോവുക എന്ന് പറഞ്ഞ വലിയൊരു ടാസ്ക് ആണ് കേട്ടോ. ലിപ്സ്റ്റിക് ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ലിപ്പിൽ നന്നായിട്ട് പിഗ്മെന്റേഷൻ ഉണ്ടാകും. എൻ്റെ പല്ലിൽ അലൈനർ ഇട്ടത് കൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേങ്കിൽ നന്നായിട്ട് ചിരിക്കാൻ പറ്റും. അതൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അലൈനർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ ഡ്രസ്സിന്റെ ലിങ്ക് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു കിട്ടില്ല കോംബോ സെറ്റ് ആണ്. ലിപ് ഷെയ്ഡും കൂടി ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. ടാറ്റാ.